വിശുദ്ധിയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തെ തൊടാനോ നിങ്ങളുടെ മക്കളെ തൊടാനോ നിങ്ങളുടെ ജീവിത പങ്കാളിയെ തൊടാനോ ഈ ലോകത്തിൽ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കില്ല. ശരീരത്തിൽ എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നത്? പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വരുമ്പോൾ ആ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി ഈശോയോട് ചേർന്ന് നിൽക്കുന്നതാണ് ആരാധന. അതാണ് ശരീരത്തിൻ്റെ ആരാധന. പ്രലോഭനങ്ങളിൽ നിന്ന് മാറി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ശരീരത്തിൻ്റെ ആരാധന. ഈ ശരീരത്തിൽ ഇങ്ങനെ ഒരു ദൈവാരാധന നടത്തുന്നവനോട് ദൈവം ചേർന്ന് നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കും. ഈ ആത്മാവ് ഈ വിശുദ്ധിയെ ഒരു പരിചയമാക്കി അവന്റെ ജീവിതത്തിന് മുൻപിൽ നിർത്തും. അവനെ തൊടാനായിട്ട് ഒരു തിന്മയ്ക്കും പറ്റില്ല. ഒരു പരാജയത്തിനും അവരെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു ഇന്റർവ്യൂകളിലും അങ്ങനെയുള്ളവനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇന്റർവ്യൂവിന് മുമ്പിലുള്ള ഓടാമ്പലുകളെ, ഇരുമ്പ് വാതിലുകളെ തകർക്കാൻ അവന് പറ്റും. പരീക്ഷയ്ക്ക് മുമ്പിലുള്ള ഇരുമ്പ് വാതിലുകളെ തകർക്കാൻ പറ്റും. ബിസിനസ്സിന് മുൻപിലുള്ള, നിന്റെ ജീവിതത്തിന് മുൻപിലുള്ള ഇരുമ്പ് ഓടാമ്പലുകളെ തകർക്കാനായിട്ട് നിനക്ക് പറ്റും. വിശുദ്ധി ശരീരത്തിൽ സൂക്ഷിച്ചാല്, വിശുദ്ധിയെ സ്നേഹിക്കുന്നവരായിട്ട് മാറിയാല്, ഈ ശരീരത്തിൽ നിന്ന് ദൈവാരാധന നടത്തിയാല് ദൈവം നിന്റെ ജീവിതത്തെ സംരക്ഷിക്കും. വിശുദ്ധി എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുന്നതല്ല. വിശുദ്ധി തന്നെയായ ഈശോയോട് ഐക്യപ്പെട്ട്, ആ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധി നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. വിശുദ്ധി നേടണമെങ്കിൽ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കണം. കാരണം വിശുദ്ധി തരുന്നത് ഈശോയാണ് എന്ന് തിരിച്ചറിയുക. ചെറിയ കാര്യമാണ്, പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള പവർ കിട്ടുന്ന ഒരു കാര്യം ഇത്. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം ഇത്. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ ഈ ദർശനം വന്നതിന് ശേഷം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടും. ഞാൻ എപ്പോഴും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അത് വരുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒത്തിരി ദേഷ്യം എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുക, ഇത് ചെയ്തു നോക്കിക്കോ. ഈശോയെ ഓർത്തോ, പ്രലോഭനങ്ങളെ എതിരിടാൻ പറ്റും. ഈശോയെ കൂടാതെ, ഈശോയോട് ഐക്യപ്പെടാതെ നിങ്ങൾക്ക് വിശുദ്ധി നേടിയെടുക്കാൻ പറ്റില്ല. വിശുദ്ധി നേടണമെങ്കിൽ എപ്പോഴും ഈശോ എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും, വിശുദ്ധിയെ സ്നേഹിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ ആഗ്രഹങ്ങളെ പോലും പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധി വലിയൊരു സംരക്ഷണമാണ്, ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് ഓരോരുത്തർക്കും. വിശുദ്ധി വലിയൊരു പ്രൊട്ടക്ഷനാണ്, നമുക്ക് വലിയൊരു സംരക്ഷണമാണ്. നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം കാണുകയാണ്. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പരിചയം എന്നതാ? പരിച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ? നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഡ്ഡലി പാത്രം ഉണ്ടായിരിക്കും അല്ലേ? ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ സാധനം ഇല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് ഈ പരിച എന്ന് പറയുന്നത്. അത് ഈ വാൾപ്പറ്റിനൊക്കെ എടുത്ത് ഇങ്ങനെ പിടിക്കും അല്ലേ? കണ്ടിട്ടില്ലേ ഇത്? നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ്, എനിക്കറിയാം. അപ്പം അതിങ്ങനെ പിടിച്ച്, അതൊരു പരിച. അപ്പം വാളുകൊണ്ടുള്ള വെട്ട് ഏൽക്കാത്ത പരിചയമായിട്ട് ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ അത് അജയ്യമായ പരിച എന്ന് പറഞ്ഞാൽ അതിനെ കീറിമുറിക്കാൻ പറ്റത്തില്ല, അതിനെ ഭേദിക്കാനായിട്ട് ഒന്നിനും സാധിക്കില്ല. ഇതുപോലെയാണ് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കുമെന്ന് ദൈവത്തിൻ്റെ വാക്ക് നമ്മോട് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, വിശുദ്ധിയെ സ്നേഹിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ
നീ സ്നേഹിക്കുന്ന വിശുദ്ധിയെ ഭേദിച്ച് നിന്റെ ജീവിതത്തെ തകർക്കാനായിട്ട്, നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് ഒന്നിനും സാധിക്കില്ല എന്ന് നീ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ കുടുംബത്തെ തകർക്കാനായിട്ട് ഒന്നിനും സാധിക്കുകയില്ല. വിശുദ്ധിയെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കളെ തകർക്കാനായിട്ട് ഒന്നിനും സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമീതി പറ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിയെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിയാൽ വിശുദ്ധി നമുക്കൊരു പരിചയമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളും ബലഹീനതകളും വീഴ്ചകളും ഉണ്ട്. പക്ഷേ വിശുദ്ധിയെ സ്നേഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ പാപത്തിലേക്കുള്ള ഒരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആ പ്രലോഭനത്തിൽ നമ്മൾ വീഴാതെ, നാശത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മളെ ദൈവം ഈ വിശുദ്ധിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമീത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയണം, മക്കൾ വഴിതെറ്റി പോകുന്നതിനടുത്ത് എത്രയോ മാതാപിതാക്കളെ വേദനിക്കുന്നത്. ഇന്ന് പകല് ദർശനയിൽ ശുശ്രൂഷയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി ആ ചേച്ചിയുടെ മകളെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, ആ മകളെ ഇന്ന് ധ്യാനത്തിന് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. പറ്റത്തില്ല അച്ഛാ, പറ്റത്തില്ല, അവള് വരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ കരയുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് എന്തുമാത്രം നമ്മുടെ മക്കളെ ഓർത്ത് വേദനിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തെ ഓർത്ത് വേദനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഈ വിശുദ്ധി ഉണ്ട്, ഈ വിശുദ്ധിയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടാണോ മക്കളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമീതി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധിയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തെ തൊടാനോ നിങ്ങളുടെ മക്കളെ തൊടാനോ നിങ്ങളുടെ ജീവിത പങ്കാളിയെ തൊടാനോ ഈ ലോകത്തിൽ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. വിശുദ്ധിയെ ഒരു പരിചയമാക്കി ദൈവം നിങ്ങളുടെ ജീവിതത്തിന് മുൻപിൽ, നിങ്ങളുടെ മക്കളുടെ മുൻപിൽ, നിങ്ങളുടെ കുടുംബത്തിന് മുൻപിൽ വെക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ കാണുന്നുണ്ട് 1 കൊറിന്തോസ് 3:16 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒരു പള്ളിയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഓരോരുത്തരും ഒരു ദേവാലയമാണെന്ന്. കാരണം ദൈവം വസിക്കുന്ന ഇടത്തെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുന്നുണ്ട്? പറ, ആര് വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഓരോരുത്തരും ആരാണ്? പറഞ്ഞേ, നമ്മൾ ഓരോരുത്തരും ആരാ? ദേവാലയങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ദേവാലയങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. ദേവാലയത്തിലിരുന്ന് നമ്മൾ തെറി പറയുമോ? ദേവാലയത്തിലിരുന്ന് മദ്യപിക്കുമോ? ഉച്ചത്തി പറഞ്ഞേ. മദ്യപിക്കില്ല, തെറി പറയില്ല, കുറ്റം പറയില്ല, മോശമായ ഒരു പ്രവൃത്തിയും നമ്മൾ എവിടെ ചെയ്യില്ല? നമ്മളാരാണ്? നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിലോ നമ്മൾ കുറ്റം പറയും, തെറി പറയും, വേണ്ടാധീനങ്ങളെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യും. ദേവാലയത്തെ
നശിപ്പിക്കുന്നവരല്ലേ നമ്മൾ? പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് പ്രാർത്ഥന ഉയരേണ്ട ഇടമാണ്. ദേവാലയം പ്രാർത്ഥന ഉയരേണ്ട ഇടമാണ്. അവിടെ അശുദ്ധിക്ക്, അശുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് പ്രാർത്ഥനകൾ ഉയരേണ്ട ഇടമാണ് നമ്മുടെ ശരീരം. ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തില് നമ്മൾ എപ്പോഴും ആയിരിക്കേണ്ട ഇടമാണ് നമ്മുടെ ശരീരം. ശരിക്കും നമ്മുടെ ശരീരം സക്രാരിയ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ സൂക്ഷിക്കേണ്ട സക്രാരികളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേതി പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തി പറ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദേവാലയമാകുന്ന ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിച്ച് വിശുദ്ധിയെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മിലുള്ള വിശുദ്ധി എന്ന് പറയുന്നത് ഇരുമ്പ് വാതിലുകളെ തുറക്കുന്ന ശക്തിയായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുമ്പ് വാതിലിനെ തുറക്കുന്ന ശക്തിയായിരിക്കും നമ്മളിലുള്ള വിശുദ്ധി. വിശുദ്ധിയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഇരുമ്പ് വാതിലിനെ തുറക്കാനായിട്ടുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ വിശുദ്ധി സൂക്ഷിക്കണം. വിശുദ്ധിയെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ജഡിക പാപത്തെ തോൽപ്പിച്ചാൽ പ്രത്യേക കൃപ കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജഡിക പാപത്തെ തോൽപ്പിച്ചാൽ പ്രത്യേക കൃപകള് ദൈവം തരും. പറഞ്ഞേ ഹല്ലേലൂയ. ജഡിക പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്തുമാത്രം ജഡിക പാപങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ദേവാലയത്തിൽ നമ്മൾ അശുദ്ധമായ ഒരു കാര്യവും ചെയ്യില്ല. ദേവാലയത്തിൽ ഇരുന്ന് നമ്മൾ പോണോഗ്രഫി കാണുമോ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇവിടെ ഇരുന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, തെറ്റല്ല. പക്ഷെ നമ്മൾ ദേവാലയത്തിലിരുന്ന് ആരും ഇത് കാണില്ല. പക്ഷേ നമ്മളിത് കാണുന്നില്ലേ? എത്രയോ ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല, നാറെന്നോ അറുപതെന്നോ ഇല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാര് രഹസ്യത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചില്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പരസ്യമായിട്ടൊന്ന് ചെയ്യാൻ ഒരു മടിയില്ല ഇന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ വാതക്കാട് ഇടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ യൂക്കാലിത്തോട്ടത്തിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ മറ്റൊരു കാർ ഇങ്ങനെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് ചുറ്റും കുറേ പേരിങ്ങനെ നിൽക്കുക. അപ്പോൾ കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഓർത്ത് ഇതെന്താ, വണ്ടി വല്ലതും ഇടിച്ചോ? ഇങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു കാർ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അതിൻ്റെ ബോണറ്റിൽ ഒരു പെൺകുട്ടി കയറിയിരിക്കുക. ഞാൻ അവിടെ വണ്ടി നിർത്തി, കാരണം ഇത്രയും പേര് ആൺപിള്ളേരാണ്. ഒരു പെൺകുട്ടി ഈ ബോണറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ 1-2 അവന്മാർ അവളുടെ 2 കൈയിലും പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ട്. എന്നിട്ട് കുറച്ച് ഒരുത്തൻ അവിടെ നിന്നിട്ട് ഇവളുടെ ഫോട്ടോ എടുക്കുന്നു. ബാക്കിയുള്ളവന്മാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടി ഒരു ബോണറ്റിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പരസ്യമാണ്, വഴിയിൽ വണ്ടി പോകുന്ന സ്ഥലമാണ്. ഇന്ന് ഏത് പ്രവൃത്തിയും പരസ്യമായിട്ട് ചെയ്യാനായിട്ടും മടിയില്ല. അത് ആണിനെന്നോ പെണ്ണിനെന്നോ. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദേവാലയമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമോ? ഇല്ല. മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കാണുന്നു, പറയുന്നു.
എന്തെല്ലാം മോശമായിട്ടുള്ള പലരും സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾ പലപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്റ്റലിൽ മാത്രമല്ല കേട്ടോ, ഇപ്പം പെൺകുട്ടികൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പോലും, ഞാനിത് പെൺകുട്ടികൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾ മാത്രം ചെയ്യുന്നില്ല, പെൺകുട്ടികൾ ചെയ്യുന്നതിന് പിന്നെ ആൺപിള്ളേരുടെ കാര്യം പറയാനില്ലല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്രമാത്രം ഇന്ന് മനുഷ്യൻ അധപ്പതിച്ചിരിക്കുന്നു എന്നാ. അതുപോലെ ദേവാലയത്തിൽ നമ്മൾ മദ്യം കഴിക്കില്ല, പക്ഷെ നമ്മളിന്ന് മദ്യം കഴിക്കുന്നില്ലേ? നമ്മൾ മദ്യം കഴിക്കുമ്പോൾ ദേവാലയമാകുന്ന എൻ്റെ ശരീരത്തെ മദ്യത്തിൽ മുക്കിക്കളയാ. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ജഡിക പാപങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ ഈ പ്രദേശത്ത്, ഞാൻ ഏറ്റവും അധികം ഞെട്ടിപ്പോയ ചില കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ ഈ മലയാറ്റൂർ ഏരിയയിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഒത്തിരി ഉണ്ടെന്ന് ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമാണ്. അത് ഞാൻ അറിഞ്ഞതുണ്ടല്ലോ. ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ ദർശനയിൽ പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷ ഒരുക്കത്തിന് കൊണ്ടുവന്നു. അതിൽ ഞാൻ കുറേ പിള്ളേരെ ഞാൻ കണ്ടു. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, കൊച്ചു കുട്ടികൾക്ക് പോലും മയക്കുമരുന്ന് അവൈലബിൾ ആണ് ഈ ചുറ്റുവട്ടങ്ങളിൽ. പറഞ്ഞേ ഹല്ലേലൂയ. തോമാസ്ലിഹായുടെ പാദസ്പർശനമേറ്റ മണ്ണായത്. വിശ്വാസ ചൈതന്യം കത്തിജ്വലിക്കേണ്ട ഇടമാണ് ഈ ഇടം. പക്ഷെ ഇവിടെ ഇന്ന് ഉയരുന്നത് എന്താ? നിങ്ങൾ ഓരോരുത്തരൊന്ന് പരിശോധിക്കണം. ഇവിടെ ജീവിക്കുന്നവരാ നിങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദേശത്തെ നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ ജീവിതത്തെയും ഈ ദേശത്തെയും നിങ്ങൾ പരിശോധിക്കണം. ഇന്ന് ഇങ്ങനെയുള്ള അശ്ലീലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് കൊച്ചു കുട്ടികളെ പോലും ഈ ദേശത്ത് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ വന്ന് ആത്മീയ ചൈതന്യം നേടി അനുഗ്രഹം ഏറ്റുവാങ്ങി പോകുന്ന മണ്ണായത്. നിങ്ങൾ ഓരോരുത്തരും നിസ്സാരമാക്കി കളയരുത് കേട്ടോ. ഈ മലയാറ്റൂരുള്ള നിങ്ങൾ നിസ്സാരമാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കളഞ്ഞാലുണ്ടല്ലോ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഓർത്തുകൊള്ളുക, കൃപ നഷ്ടപ്പെടും, ദേശത്തിന്റെ കൃപ നഷ്ടപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് പറ ഹല്ലേലൂയ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ചുമ്മാ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞ, ഇത് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ അതിനുശേഷം പിന്നെ പിള്ളേർക്ക് തന്നെ ശുശ്രൂഷ ഞാൻ നടത്തിയില്ല അവിടെ. കാരണം എനിക്ക് പേടിയാ. ഇവിടെ പോലും അവിടെ പിള്ളേർ വരും, അവിടെ പോലും കൊടുക്കുമെന്ന് എനിക്ക് പേടിയാ. ഈ പിള്ളേർ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നീട് ശുശ്രൂഷ വെച്ചില്ല. പിന്നീട് ശുശ്രൂഷ വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൂടെ കൂട്ടിയാ ഇപ്പോൾ അവിടെ ശുശ്രൂഷ വിദ്യാർത്ഥികൾക്ക് ഞാൻ വെക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കോ? പ്രിയപ്പെട്ടവരെ, ദേവാലയങ്ങളാ, ദൈവകൃപ ഈ മണ്ണിക്കാല് കുത്തുന്ന ജനത്തിന് കൃപ കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, വർഷം ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇവിടെ വരുമ്പോ ഈ മണ്ണിൽ കാല് കുത്തുമ്പോ അവർക്ക് കൃപ കിട്ടണമെങ്കിൽ ദേശം വിശുദ്ധമായിരിക്കണം. ഈ ദേശം വിശുദ്ധമായിരിക്കണം. ഈ ദേശത്ത് വസിക്കുന്നവർ വിശുദ്ധരായിരിക്കണം, വിശുദ്ധിയെ സ്നേഹിക്കുന്നവരായിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് കൃപ കിട്ടുള്ളൂ. ഇവിടെ കാല് കുത്തുന്നവർക്ക് ആ കൃപ കിട്ടത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. ദേശത്തിന് വളർച്ചയുണ്ടാകണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതങ്ങൾക്ക് വളർച്ചയുണ്ടാകണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിന് വളർച്ചയുണ്ടാകണമെങ്കിലുണ്ടല്ലോ, വിശുദ്ധിയെ സ്നേഹിക്കാനായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഉച്ചത്തി പറ ഹല്ലേലൂയ. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. മദ്യം, മയക്കുമരുന്ന്, പുകവലി, അതുപോലെ തന്നെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, തെറ്റായിട്ടുള്ള കാഴ്ചകൾ, സംസാരങ്ങൾ, പ്രവൃത്തികൾ, ഇതിലേതെങ്കിലും നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കണം.
ഈ ശരീരത്തിന്റെ ജഡികമായിട്ടുള്ള പ്രവണതകളെ നിങ്ങൾ നിയന്ത്രിക്കാനായിട്ട് തയ്യാറായാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ മുൻപിലുള്ള ഏത് ഇരുമ്പ് ഓടാമ്പലിനെയും താർക്കാനുള്ള ഒരു പവർ, ഒരു ശക്തി ദൈവം നിങ്ങൾക്ക് തരും. ഉറപ്പാത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. പലതികരം ഉയർത്തി പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. എല്ലാം ശ്രദ്ധിച്ചോണേ, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരമാഹാരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഇത് ദുർവൃത്തി ചെയ്യാനുള്ളതല്ല, ഇത് കർത്താവിനുള്ളതാണ്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള, ദൈവത്തിന് വസിക്കാനുള്ള സ്ഥലമാണ്, ദേവാലയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ. വീണ്ടും പറയാണ്, ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. കണ്ടോ, പരിശുദ്ധാത്മാവിനാല് നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർച്ച തരും ദൈവം. ഈ ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ദേവാലയമാക്കി നമ്മൾ സൂക്ഷിച്ചാല് നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർപ്പ് ദൈവം തരും. വീണ്ടും പറയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വീഴ്ച നടത്താൻ അവളോട് ഏക ശരീരമായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവരെ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. അപ്പോൾ ശരീരത്തിൽ നമ്മൾ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിശാചിനടിമപ്പെടും. നമ്മൾ പിന്നെ പിശാചിനടിമപ്പെടും. ശരീരത്തിൽ വിശുദ്ധിയെ സൂക്ഷിച്ചാൽ, വിശുദ്ധിയെ നമ്മൾ സ്നേഹിച്ചാൽ, നമ്മൾ ഈശോയോട്, കർത്താവിനോട് ഒരേപോലെ, കർത്താവിനോട് ചേർന്ന് നമ്മൾ ഇരിക്കും. കർത്താവിനോട് ചേർന്ന് നമ്മൾ ഇരുന്നാലോ നമ്മളെ തൊടാൻ ഒന്നിനും പറ്റത്തില്ല. കർത്താവിനോട് ചേർന്നിരിക്കണമെങ്കിൽ ശരീരത്തിൽ വിശുദ്ധി ഉണ്ടാവണം. വീണ്ടും പറയാണ്, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടെ ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്നോടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമ്മുടെ സ്വന്തമല്ല നമ്മുടെ ശരീരം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാനുള്ളതല്ല എൻ്റെയും നിങ്ങളുടെയും ശരീരം. ഈ ശരീരത്തിൽ ദൈവത്തെ ആരാധിക്കണം. ഒരു ദൈവാരാധന ഈ ശരീരത്തിൽ നിന്ന് ഉയരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ശരീരത്തിൽ എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നത്? പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വരുമ്പോൾ ആ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി ഈശോയോട് ചേർന്ന് നിൽക്കുന്നതാണ് ആരാധന. അതാണ് ശരീരത്തിൻ്റെ ആരാധന. പ്രലോഭനങ്ങളിൽ നിന്നും മാറി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ശരീരത്തിൻ്റെ ആരാധന. ഈ ശരീരത്തിൽ ഇങ്ങനെ ഒരു ദൈവാരാധന നടത്തുന്നവനോട് ദൈവം ചേർന്ന് നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കും. ഈ ആത്മാവ് ഈ വിശുദ്ധിയെ ഒരു പരിചയമാക്കി അവന്റെ ജീവിതത്തിന് മുൻപിൽ നിർത്തും. അവനെ തൊടാനായിട്ട് ഒരു തിന്മയ്ക്കും പറ്റില്ല. ഒരു പരാജയത്തിനും അവരെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു ഇന്റർവ്യൂകളിലും അങ്ങനെയുള്ളവനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇന്റർവ്യൂവിന് മുമ്പിലുള്ള ഓടാമ്പലുകളെ, ഇരുമ്പ് വാതിലുകളെ തകർക്കാൻ അവന് പറ്റും.
പരീക്ഷയ്ക്ക് മുമ്പിലുള്ള ഇരുമ്പോ വാതിലുകളെ തകർക്കാൻ പറ്റും. ബിസിനസ്സിന് മുൻപിലുള്ള, നിന്റെ ജീവിതത്തിന് മുൻപിലുള്ള ഇരുമ്പ് ഓടാമ്പലുകളെ തകർക്കാനായിട്ട് നിനക്ക് പറ്റും. വിശുദ്ധി ശരീരത്തിൽ സൂക്ഷിച്ചാല്, വിശുദ്ധിയെ സ്നേഹിക്കുന്നവരായിട്ട് മാറിയാല്, ഈ ശരീരത്തിൽ നിന്ന് ദൈവാരാധന നടത്തിയാല് ദൈവം നിന്റെ ജീവിതത്തെ സംരക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 33-ാമത്തെ അധ്യായത്തിന്റെ 15, 16, 17 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം. വിശുദ്ധിയെ സ്നേഹിച്ചാല്, ശരീരത്തിന്റെ വിശുദ്ധിയെ സ്നേഹിച്ചാല് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈ വചനത്തിൽ പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിന്റെ 15, 16 തിരുവചനങ്ങൾ ശ്രദ്ധിച്ചോണേ. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ. ഉണ്ടോ? ശരീരത്തിൽ തിന്മ പ്രവർത്തിക്കാതിരിക്കുന്നവൻ, അവനെ ദൈവം എന്തു ചെയ്യുമെന്ന് പറയാണ്? അവൻ ഉന്നതങ്ങളിൽ വസിക്കും. അവൻ ഉന്നതങ്ങളിൽ വസിക്കും. വീണ്ടും കേട്ടോണേ. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവന്റെ ആഹാരം മുടങ്ങില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. പട്ടിണി ഉണ്ടാവില്ല, കടബാധ്യതകൾ ഉണ്ടാവില്ല, പരാജയങ്ങൾ ഉണ്ടാവില്ല. ഒരു ശത്രുവും ഒരു സാത്താനും ഒരു തിന്മയും നിന്റെ ജീവിതത്തെ തകർക്കില്ല. നീ ഉന്നതങ്ങളിൽ നിന്നെ നിർത്തും. ദൈവത്തിൻ്റെ അരികില് ദൈവം നിന്നെ നിർത്തുമെന്ന്. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ എല്ലാവരും ശക്തിയോടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ടോ, ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാന്നേ. ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തില് നമ്മൾ വിശുദ്ധി സൂക്ഷിച്ചാല്, വിശുദ്ധിയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കില്, നമ്മളെ ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ അരികിൽ നമ്മളെ നിർത്തുന്ന എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന. നമുക്ക് വീണ്ടും ഇവിടെ പറയുന്നത് കേട്ടെ, ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവനെ തൊടാനായിട്ട് ഒന്നിനും പറ്റത്തില്ല. അവന്റെ ആഹാരം തീരില്ല. അവന്റെ ആഹാരം, വീട്ടിൽ കടമുണ്ടാവത്തില്ല, സ്വന്തമായിട്ട് ഭവനമില്ലാത്ത അവസ്ഥയുണ്ടാവത്തില്ല, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാവത്തില്ല, ബിസിനസ്സിന് തകർച്ചകൾ ഉണ്ടാവില്ല, മക്കള് പരാജയപ്പെടില്ല. മക്കള് എത്തേണ്ടിടത്ത് ദൈവം എത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധി വേണം, വിശുദ്ധിയെ സ്നേഹിക്കണം, വിശുദ്ധിയെ ആഗ്രഹിക്കണം. കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചതുപോലെ എനിക്കും ഒരു വിശുദ്ധി ഉള്ളിൽ കത്തണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആഗ്രഹം, എനിക്കൊരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധിയാകണമെന്നൊരു ആഗ്രഹം ഉള്ളിൽ കത്തണം. അതിനുവേണ്ടി പറയാം, നീതിയുടെ മാർഗത്തിൽ ചരിക്കണം, സത്യം സംസാരിക്കണമെന്ന്, നീതി പ്രവർത്തിക്കണം, അർഹമായത് അർഹമായവർക്ക് കൊടുക്കണം. നിന്റെ ജീവിത പങ്കാളിക്ക്, നിന്റെ മക്കൾക്ക്, നിന്റെ മാതാപിതാക്കൾക്ക് അർഹമായത് നിന്റെ സ്നേഹം, നിന്റെ കരുതല്, അത് കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ കുടുംബത്തില് നിന്റെ ജീവിത പങ്കാളിയെ നീ കാണേണ്ടത് നിന്നെ നീ എങ്ങനെ കാണുന്നോ അതുപോലെ കാണണമെന്നാ. നിനക്ക് ദൈവം തന്നിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് നിന്നിൽ നിന്ന് തന്നെ ദൈവം എടുത്ത്, നിന്നിൽ നിന്നൊരു ഭാഗത്തെ എടുത്ത് നിനക്ക് പങ്കാളിയായി നൽകിയിരിക്കുന്നതാണ് നിന്റെ ജീവിത പങ്കാളിയെ. ആ പങ്കാളിക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 27-ാം തിരുവചനത്തിൽ കാണുകയാണ്, ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം ആദ്യം ആരെയാ സൃഷ്ടിച്ചത്? ദൈവം ആദ്യം ആരെയാ സൃഷ്ടിച്ചത്? പറഞ്ഞേ, സ്ത്രീയാണോ പുരുഷനെയാണോ? പറഞ്ഞേ. മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ വചനത്തിൽ പറയുന്നത്. ദൈവം ആദ്യം ആരെയെ സൃഷ്ടിച്ചത്? ഉച്ചത്തിൽ പറഞ്ഞേ, ആദ്യം ദൈവം ആരെയെ സൃഷ്ടിച്ചത്? അപ്പൊ പുരുഷനെ എന്നാണോ പറഞ്ഞേക്കണേ? ആണോ? പുരുഷനെ എന്നല്ല പറഞ്ഞേക്കണത്, മനുഷ്യനെ. മനുഷ്യനിൽ സ്ത്രീയും പുരുഷനും ഉണ്ടായത്. വചനം ശ്രദ്ധിച്ചേ,
മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ മനുഷ്യനിൽ സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതിനുശേഷം ദൈവം കാണുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. സൃഷ്ടിയിൽ ദൈവം നന്നല്ല എന്ന് കണ്ട ഏക കാര്യം മനുഷ്യൻ ഏകനായിരിക്കുന്നത്, അത് നന്നല്ലെന്ന് ദൈവം കാണുകയാണ്. അതിനുശേഷം എല്ലാ മൃഗങ്ങളെയും വസ്തുക്കളെയും ഒക്കെ അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവന് ഏതെങ്കിലും പറ്റുമെന്ന് നോക്കാനായിട്ട്. അവൻ എല്ലാത്തിനെയും പേര് വിളിക്കുന്നു. പക്ഷേ അവന് യോജിച്ചതിനെ ഒന്നിനെയും കണ്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. അവന് യോജിച്ചത് ഒന്നിനെയും അവൻ കണ്ടില്ല. അതുകൊണ്ട് ദൈവം അവനെ മയക്കിയിട്ട് അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഭാഗത്തെ മാറ്റിയിട്ട്, മനുഷ്യൻ്റെ ഒരു ഭാഗത്തെ മാറ്റിയിട്ട് സ്ത്രീയായി സൃഷ്ടിച്ച് അവന് തുണയായിട്ട് നൽകുന്നു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കി പറയുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാര്യ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭർത്താവ് എവിടുന്നോ കിട്ടിയിരിക്കുന്ന ഒരാളല്ല. നിന്റെ തന്നെ ശരീരത്തിൻ്റെ ഭാഗത്തെ, എടുത്തു മാറ്റപ്പെട്ട നിന്റെ ശരീരത്തിൻ്റെ ഭാഗത്തെ ദൈവം നിനക്ക് തുണയായി, ഇണയായി നൽകിയിരിക്കുന്നതാണ്. ആ ഭാര്യ, ആ ഭർത്താവ് നിങ്ങൾ ഒരുമിക്കുമ്പോഴാണ് പൂർണ്ണത നിങ്ങൾക്ക് ലഭിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. അപ്പോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാര്യയെ സ്വന്തം ശ്വാസമായിട്ട്, സ്വന്തം ശരീരമായിട്ട്, സ്വന്തം ജീവനായിട്ട് സ്നേഹിക്കണം. ഭർത്താവിനെയും അങ്ങനെ സ്നേഹിക്കണമെന്നാ. അതാണ് നീതി എന്ന് പറയുന്നത്. ഈ നീതി പ്രവർത്തിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ദൈവം അസ്ഥി എവിടുന്ന് എടുത്തിരിക്കുന്നത്? അസ്ഥി എടുത്തു എന്നാണ് പറയുന്നത്. ഈ അസ്ഥിയുടെ പ്രത്യേകത എന്താ? അസ്ഥിയുടെ ധർമ്മം എന്താണ്? അസ്ഥിയുടെ ധർമ്മം എന്താ? ഈ ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംരക്ഷിച്ച് നിർത്തുന്നതാണ് ഈ അസ്ഥി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിത പങ്കാളിയെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു പോറൽ പോലും, ഒരു വേദന പോലും നിന്റെ ജീവിത പങ്കാളി കേൾക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പൊട്ടിക്കരഞ്ഞു പോകും. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചൊരു കുറ്റം നീ പറയാനോ മറ്റുള്ളവർ പറയാനോ ഇടയാക്കരുത്. നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചൊരു കുറ്റവും നീ പറയരുത്, മറ്റുള്ളവർ പറയാനായിട്ട് ഇടയാക്കുകയും ചെയ്യരുത്. അത്രയും ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അതാണ് നീതി പ്രവർത്തിക്കുന്നത്. നീതി സ്വന്തം ജീവിത പങ്കാളിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തം ജീവിത പങ്കാളിയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അനീതി പ്രവർത്തിക്കുന്നവരാ നിങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ ഒരു ശരീരം, അത് പൂർത്തീകരിക്കും. നമുക്കറിയാം, ഇപ്പം ഇവിടുന്ന് ഒരെല്ലാം കൊണ്ട് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു അപൂർണത, ഒരു കുറവുണ്ടാവും. ആ കുറവ് നികർത്തപ്പെടുന്ന ആ എല്ലാം അവിടെ ചേരുമ്പോഴായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, അത് എവിടുന്നോ കിട്ടിയിരിക്കുന്ന ഒന്നൊന്നും അല്ല, എവിടുന്നോ കിട്ടിയിരിക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ തന്നെ ഭാഗത്തെ ദൈവം നിങ്ങളുടെ പൂർണ്ണതയ്ക്കായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന. നിന്റെ ജീവിത പങ്കാളിക്കുന്നൊരു കുറവുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഭർത്താവിന് ഒരു കുറവുണ്ടെങ്കിൽ അത് നിന്റെ കുറവാണെന്ന് തിരിച്ചറിഞ്ഞ് കുറവിൽ ജീവിത പങ്കാളിയെ സ്നേഹിക്കുക. അതാണ് നീതി. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. വീണ്ടും നിങ്ങൾ പരിശോധിക്കണം. നാളെ കുമ്പസാരമുള്ള ദിവസം നീതി പ്രവർത്തിക്കുന്നുണ്ടോ ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്? അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ, ഒത്തിരി വേദന പലപ്പോഴും തോന്നാറുണ്ട്. മാതാപിതാക്കളെ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു മര്യാദയ്ക്ക്. നാള് ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്, അച്ഛാ പാൽ ചായ കുടിക്കാൻ എനിക്ക് കൊതിയാവുന്നു. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് പറയാം. ഒരമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഈ ദർശനയിൽ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ഒരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞാണ്, ഒരു പാൽ ചായ കുടിക്കാൻ എനിക്ക് കൊതിയാവുന്നു. കൊടുക്കില്ലെന്ന്, മക്കള് കൊടുക്കില്ലെന്ന്. ഒരു മര്യാദയ്ക്ക് ഒരു ഭക്ഷണം പോലും കൊടുക്കാത്ത മാതാപിതാക്കന്മാര്
സൈഡിലാക്കരുത്. പ്രിയപ്പെട്ടവരെ, നീതി പ്രവർത്തിക്കുന്നവരായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ മാതാപിതാക്കളോട് നീതി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പറയാണ്, സത്യം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നാവിനെ ദുരുപയോഗിക്കരുതെന്ന്. ഈ നാവ് കൊണ്ട് തെറി പറഞ്ഞും ശപിച്ചും നമ്മൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കിന് ജീവനുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു രൂപം ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിലേക്ക് ദൈവം നിശ്വസിച്ചു. ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൻ്റെ കൂടെ ജീവൻ പുറത്തേക്ക് വരുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നുണ്ടോ? പറഞ്ഞേ ഉണ്ടോ? പറഞ്ഞേ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. നമ്മൾ ഓർത്തോണം, നമ്മൾ പറയുന്ന വാക്കിന് ജീവനുണ്ട്. നമ്മൾ പറയുന്ന വാക്കിന് ജീവൻ. ഒരു കാരണവശാലും കുടുംബത്തിലിരുന്ന് ഒരു ശാപത്തിൻ്റെ വാക്ക് പറയരുത്. മക്കളുടെ മുഖത്ത് നോക്കി. നമ്മൾ ചിലപ്പോൾ ചില അമ്മമാര് പിള്ളേർ ഭയങ്കര കുസൃതി ആയിരിക്കും, ഭയങ്കര കുസൃതി. മടുക്കുമ്പോൾ പിഴവട്ടവൻ, മടുക്കുമ്പോൾ അറിയാതെ പറയുന്ന പിഴവട്ടവൻ. ഓർത്തോണം, ഈ കൊച്ചു പിഴവട്ടവനായിട്ട് മാറും. ഈ കൊച്ചു പിഴവട്ടവനായിട്ട് മാറും, ഉറപ്പാത്. മടുത്തിവനെ കൊണ്ട് മടുക്കും. നിങ്ങൾ ജീവിതത്തിലും ഒരിക്കലും ഒരു വാക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ മടുത്തെന്നോ നാശമെന്നോ പിഴപെട്ടവനെന്നോ മുടിഞ്ഞവനെന്നോ പറയരുത്. പറഞ്ഞാൽ അത് നടന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ നാവിനെ സൂക്ഷിച്ചോണം. എന്തും പറയാനുള്ള സാധനമല്ല ഇത്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് ആരാധന കൊടുക്കാനാണ് നമ്മുടെ നാവിനെ ദൈവം. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് നെഗറ്റീവായിട്ട് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ മിക്കവാറും ഇരുന്ന് ഈ ശാപത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ തെറി പറയുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ മുറി ഇരുന്നുകൊണ്ടല്ലേ. അവിടുന്ന് തന്നെ എൻ്റെ ദൈവമേ ഇങ്ങോട്ട് ഇറങ്ങി വരണമെന്ന് വിളിക്കുന്നു, ഇപ്പുറത്തിരുന്നിട്ട് നീ മുടിയുള്ളെന്ന് പറയുന്നു. എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ വന്നാൽ നമ്മുടെ പ്രാർത്ഥന മുകളിലേക്ക് പോവുക? കാരണം ഈ മുടിച്ചിൽ അവിടെ കിടക്കുക. ഇതിൻ്റെ മേലേക്ക് അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന പോകാതെ ഈ മുടിയട്ടെ എന്ന് അവിടെ കിടക്കുക. ഈ മുടിച്ചിൽ മുഴുവൻ ആ മുടിയലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. വീട്ടിലിരുന്ന്, ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഒരിക്കൽ ഒരു കൊച്ചിനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ഈ കൊച്ച് പഠിച്ചിട്ട് ഇവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവന് വിജയിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരപ്പൻ ഒരമ്മയും കൂടെ കൂടി ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അമ്മ എപ്പോഴും ഒരു ശാപവാക്ക് പറയുന്നെന്നുള്ള ചിന്തയാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത്. അപ്പം ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഈ കൊച്ചിനെ നോക്കി എന്തെങ്കിലും ശാപവാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേച്ചിയുടെ മുഖമൊക്കെ കൊണ്ട് അങ്ങനെയൊന്നുമില്ല ചാന്ന്. അപ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞു ഉവ്വാച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി എന്നോട് പറയാം, എൻ്റെ പൊന്നാച്ചാ അത് മടുത്ത് ഇവന് കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കുസൃതിയായിരുന്നു, ഭയങ്കര കുസൃതിയായിരുന്നു. അറിയാതെ അതൊക്കെ എല്ലാ അമ്മമാരും പറയുന്നതല്ലേ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ വളരാത്തതിൻ്റെ കാരണം ഇതാ. ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, കൈവച്ച് ഈ കൊച്ചിനെ അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാതെ ഈ കൊച്ച് രക്ഷപ്പെടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നിസ്സാരമെന്ന് കരുതും. ചെറിയ കാര്യമാണ്, പക്ഷെ കുടുംബത്തിൽ അത് പ്രവർത്തിക്കുമെന്ന് ഒരു വാക്ക് പോലും നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന ഒരു വാക്ക് പോലും വീട്ടിൽ പറയരുത്. നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ കൃഷിയിടത്തിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് നെഗറ്റീവ് പറഞ്ഞാൽ അത് നടക്കൂടെ? നമ്മുടെ പലരുടെയും ബിസിനസ് മേഖലകൾ ഉയരാത്തതിൻ്റെ കാരണം അതാ. അനുഭവം പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് ഞാൻ അധികം പറയാത്ത ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പറയാണ്, വീണ്ടും മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ, ഈ കൈ കൊണ്ട് അനീതി മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഈ കൈ കൊണ്ട് അനീതി പ്രവർത്തിക്കരുത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ അവയവം ഏതാ? കയ്യാ. നമ്മൾ കൈ കൂപ്പി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ കയ്യാ മുമ്പിൽ നിൽക്കുന്നത്. ഈ കൈ കൊണ്ട് സർവ്വ അനീതിയും പ്രവർത്തിക്കുന്നു. ഏറ്റവും മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഈ കൈയും വെക്കുന്നു. അനുഗ്രഹം എങ്ങനെ കിട്ടും?
അതുകൊണ്ട് കൈകൊണ്ട് തിന്മ പ്രവർത്തിക്കരുത്. വീണ്ടും പറയാണ്, രക്തച്ചൊല്ലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നു. ഈ ചെവി കൊണ്ട്, നമ്മുടെ ചെവി കൊണ്ട് മോശമായതൊന്നും കേൾക്കാൻ, ഈ ചെവിയിലേക്ക് ഒന്നും മോശം കേൾക്കരുത്. മറ്റുള്ളവർ പറഞ്ഞാൽ തന്നെ അവിടുന്ന് മാറിപ്പോണം, പൊത്തണമെന്നാണ് വചനം പറയുന്നത്. വീണ്ടും പറയാണ്, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ. കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം, എല്ലാം കാണരുത്. മ്ലേച്ഛത നമ്മുടെ കണ്ണുകൊണ്ട് കാണരുത്. പ്രിയപ്പെട്ടവരെ, കാണരുതാത്തത് കാണരുത്. അങ്ങനെ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ചാൽ ഉന്നതങ്ങളിൽ ദൈവം നിർത്തും. ഉന്നതങ്ങളിൽ ദൈവം നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമിതി പറ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ ശരീരം വിശുദ്ധിയിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തെ അജയ്യമായ പരിചയാക്കി ദൈവം മാറ്റും. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തിരുന്നോളുക. ദേവാലയമാണ് എൻ്റെ ശരീരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ശരീരത്തെ അത്രയും നന്നായിട്ട് സൂക്ഷിക്കണം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി, ജഡിക പ്രവണതകൾക്ക് ശരീരത്തെ വിട്ടുകൊടുക്കാത്ത അവസ്ഥ. ഇനി മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടായിരിക്കണമെന്ന്. വൃത്തി, നന്നായിട്ട് അലക്കി കുളിച്ച് വൃത്തിയോടെ നടക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അമ്മമാര് ഓർത്തോണേ, നിങ്ങളുടെയൊക്കെ മക്കളെ വൃത്തി പഠിപ്പിക്കണം. നിങ്ങൾക്കൊണ്ടാണ് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ മുറി. നമ്മൾ ആദ്യം ഒരു വചനം കേട്ടു, നിങ്ങളെ സംരക്ഷിക്കാനും ശത്രുക്കൾ നിങ്ങളെ കാത്തുകൊള്ളാനും ദൈവം പാളയത്തിലേക്ക് വരുമ്പോൾ അശുദ്ധമായതൊന്നും പാളയത്തിൽ കണ്ട് അവിടുന്ന് ദൈവം ഇറങ്ങിപ്പോകാനായിട്ട് ഇടയാവരുത് എന്ന് പറഞ്ഞാൽ ദൈവം നടക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം. അവിടെ അശുദ്ധമായതോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഒന്നും അവിടെ കാണരുതെന്ന്. നമ്മുടെ പ്രാർത്ഥനാമുറി അത് ഏറ്റവും വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കിടപ്പുമുറി, നമ്മുടെ അടുക്കള, ഇതെല്ലാം വൃത്തിയിൽ, നമ്മുടെ ഭവനത്തിൻ്റെ ഓർത്തോണം. ഒറ്റ വാക്കി പറയുക, ആത്മ ശരീര ഭവന പരിസര പരിശുദ്ധി ദൈവികതയുടെ അടയാളമാണ്. ആത്മ ശരീര ഭവന പരിസര പരിശുദ്ധി ദൈവികതയുടെ അടയാളമാണ്. അത് അങ്ങനെ വൃത്തിയോടെയും വിശുദ്ധിയോടെയും കാത്തു സൂക്ഷിച്ചാൽ ഉന്നതങ്ങളിൽ ദൈവം നിങ്ങളെ നിർത്തും. നിങ്ങൾക്ക് ആഹാരം ഉണ്ടാവാതിരിക്കില്ല, ദാഹജലം ഇല്ലാതിരിക്കുകയുമില്ല, അനുഗ്രഹം കിട്ടുമെന്ന് ഉറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേതി പറ ഹല്ലേലൂയ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം തിരുവചനം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്ന ഞാൻ കേട്ടു, അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും, മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും എന്ന് പറഞ്ഞ സ്വാർത്ഥത. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്തുണ്ടോ അത് എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റാർക്കും കൊടുക്കും, നന്മ ചെയ്യില്ല. സ്വാർത്ഥപരമായ ജീവിതം. അങ്ങനെയൊരു ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കില്ല. സ്വാർത്ഥത, എനിക്ക് എന്തുണ്ടോ അത് എനിക്കും എൻ്റെ കുടുംബത്തിനും, അല്ലെങ്കിൽ എനിക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. സ്വരമേതി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ് അഹങ്കാരം. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത അവസ്ഥ, അഹങ്കാരം. നിങ്ങളൊന്ന് പരിശോധിച്ചോ, ദൈവം തരാത്തതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ദൈവം തരാത്തതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? കിടക്കുന്നതിന് മുമ്പ് ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നുണ്ടോ എന്ന് നിങ്ങളത് പരിശോധിച്ച് നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ.
നന്ദി പറയാത്ത അഹങ്കാരിയുടെ ലക്ഷണം. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 29-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം. അതിങ്ങനെയാണ്: ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നനഞ്ഞതും കുതിർന്നതും ഒന്നുപോലെ എന്ന് കരുതി ജീവിക്കുന്നവർക്ക് ദുരിതം. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സർവ്വശാപവും അവർക്ക് കിട്ടുമെന്ന് എന്ന് പറഞ്ഞാൽ മറ്റാരെയും മാനിക്കില്ല. ഞാൻ ആര് പറഞ്ഞാലും നന്നാകാൻ പോകുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കൂ, ഇനി ഇത് കൂടുതൽ ആരും എന്നെ നന്നാക്കാൻ വരണ്ട എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, മനുഷ്യനെ മാനിക്കാതെ ദൈവത്തെ മാനിക്കാതെ ദൈവത്തിന് നന്ദി പറയാതെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ, വചനം പറയുകയാണ് അവൻ അഹങ്കാരിയാണ്. അവൻ്റെ ജീവിതത്തിൽ ബൈബിളിൽ മറ്റു പാപങ്ങൾക്ക് കൂടെ പറഞ്ഞിരിക്കുന്ന ശാപം അവന് കിട്ടുമെന്നാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 29-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതലുള്ള തിരുവചനം പഠിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേറ്റി പറ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയെ സ്നേഹിക്കണമെന്നാണ് നമ്മൾ കണ്ടത്. വിശുദ്ധി ഉണ്ടെങ്കിലേ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ വിശുദ്ധി കത്തണം. ഒരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധയാകണമെന്നുള്ള ഒരാഗ്രഹം ഉള്ളിലുണ്ടായിരിക്കണം. ഈ ആഗ്രഹം ഉള്ളിലില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നിർവീര്യമാക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം സ്വീകരിക്കാനായിട്ട് പറ്റിയല്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം പരാജയത്തിലേ പോവുകയുള്ളൂ. പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ വീഴുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധിയെ സ്നേഹിക്കണം. വിശുദ്ധിയെ സ്നേഹിച്ചാൽ, വിശുദ്ധരായിട്ട് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ചെറിയ കാര്യങ്ങളെ പോലും ദൈവം സാധിച്ചു തരും. വലിയ സംരക്ഷണമാക്കി വിശുദ്ധിയെ ദൈവം മാറ്റും. നമ്മളെ ദൈവത്തിൻ്റെ അരികിൽ നിർത്തി നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. വിശുദ്ധിയെ സ്നേഹിച്ചാൽ മതി. വിശുദ്ധിയെ സ്നേഹിച്ച എല്ലാം കിട്ടുമെന്നാണ് പ്രിയപ്പെട്ടവരെ വചനം തരുന്ന വാക്കായത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചേ, കരങ്ങളൊന്ന് കൂപ്പി പിടിച്ചേ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഒരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധിയാകണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചാൽ മതി എന്നാണോ ഞാൻ കരുതുന്നത്? ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഒരു കുഴപ്പമില്ല, ദൈവം എന്നെ എന്ത് ചെയ്താലും അനുഗ്രഹിച്ചോളും, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. അശുദ്ധമായ ഇടത്ത് ദൈവപ്രവൃത്തി നടക്കില്ല. അശുദ്ധമായ ഇടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമായി തീരും. അവിടെ ദൈവത്തിൻ്റെ വാക്ക് പ്രവർത്തിക്കില്ല. അശുദ്ധമായ ശരീരത്തോടെ നീ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിന്നിലുള്ള അശുദ്ധി പിശാച് തടയും. നിന്റെ കൺട്രോൾ മുഴുവനും പിശാചിനായിരിക്കും. നീ ഒരു പാപം ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിർജീവമായി തീരുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ കൺട്രോൾ മുഴുവനും പിശാച് ഏറ്റെടുക്കും. പിന്നെ നീ ഇൻ്റർവ്യൂവിന് പോയാൽ വിജയിക്കില്ല, നീ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്താൽ വിജയിക്കില്ല, ബിസിനസ് ചെയ്താൽ വിജയിക്കില്ല, നീ കയറി ചെല്ലുന്ന കുടുംബത്തിൽ പോലും സമാധാനം ഉണ്ടാവില്ല. കാരണം നിന്നെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നത് അശുദ്ധാത്മാവായിരിക്കും. വിശുദ്ധിയുണ്ടെങ്കിലേ പരിശുദ്ധ ആത്മാവിന് നിന്നെ പ്രവർത്തിക്കാൻ പറ്റൂ. കർത്താവേ, വിശുദ്ധിയെ സ്നേഹിക്കാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചേ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച, നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. ചേർന്ന് പാടിക്കേ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച, നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവ
ദൈവത്തെ അവർ കാണും. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ നീയും പരിശുദ്ധനായിടേണം. ചേർന്ന് പാടാം. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ നീയും പരിശുദ്ധനായിടേണം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. കരങ്ങൾ യാചനയോടെ പിടിച്ചു പാടാം. വിശുദ്ധി വിശുദ്ധി വിശുദ്ധി. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ യാചനയോടെ ഉയർത്തിപ്പിടിച്ച് ഒരു പരിച നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ ദൈവത്തെ അവർ കാണും. രണ്ടു കരങ്ങളും ഉയർത്തി വിളിക്കുന്നു, ഈശോയേ വിശുദ്ധിയാൽ നിറയ്ക്കണമേ, വിശുദ്ധിയെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. ഉയർത്തി വിളിക്കുന്നു, വിശുദ്ധി 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 പരിച അജയ്യമാമൊരു പരിച നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ ദൈവത്തെ അവർ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ദൈവമക്കള് മാത്രം ഉച്ചത്തില് ഈശോയേന്നൊന്ന് വിളിച്ചേ. ഉച്ചത്തിൽ വിളിക്കുന്നു. ഒറ്റ നിമിഷം കൂടെ ഇരിക്കുക, ഒറ്റ നിമിഷം കൂടെ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയെ സ്നേഹിക്കണം. വിശുദ്ധർക്ക് മാത്രമേ കൃപ ലഭിക്കത്തുള്ളൂ, അവരിലെ ആത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ, അവരിലെ അനുഗ്രഹം കിട്ടത്തുള്ളൂ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹം ഉള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചു. വിശുദ്ധിയെ സ്നേഹിക്കണം. ഇനി എങ്ങനെ ഈ വിശുദ്ധി നേടിയെടുക്കാൻ പറ്റും? ഈ വിശുദ്ധി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റും? പറഞ്ഞേ ഹല്ലേലൂയ. നമ്മെ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ വിശുദ്ധി നേടിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ കഴിവ് കൊണ്ട് വിശുദ്ധി നേടിയെടുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല വിശുദ്ധി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധിയെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: വിശുദ്ധി ഒരു പ്രവൃത്തിയല്ല, ആളാണ് ഈശോ. വിശുദ്ധി ഒരു പ്രവൃത്തിയല്ല, ആളാണ്, അത് ഈശോ തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധി എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുന്നതല്ല. വിശുദ്ധി തന്നെയായ ഈശോയോട് ഐക്യപ്പെട്ട്, ആ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധി നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേതി പറ ഹല്ലേലൂയ. വിശുദ്ധി നേടണമെങ്കിൽ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കണം. കാരണം വിശുദ്ധി തരുന്നത് ഈശോയാണ് എന്ന് തിരിച്ചറിയുക. ഈശോയുമായിട്ട് ആഴമായ ബന്ധം ആർക്കുണ്ടോ അവർക്ക് വിശുദ്ധി കിട്ടും. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ അവർക്ക് കിട്ടും. ഈശോയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ നമ്മൾ എപ്പോഴും ഓർക്കും, ഇല്ലേ? ഓർക്കുമോ? ഹലോ, ഓർക്കും. എപ്പോഴും ഈശോയെ ഉള്ളിൽ ഓർക്കണം. എപ്പോഴും ഈശോയെ ഉള്ളിൽ ഓർക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയും മറ്റുള്ളവരോട്, ഇല്ലേ? അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ലേ? ഈശോയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുക. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരോട് നമ്മൾ പറയും, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
എപ്പോഴും പറയണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈശോയെ ഞാൻ നിന്നെ എന്ത് ചെയ്താലും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കിക്കേ. എപ്പോഴും ഈശോയെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ. അശുദ്ധിയിലേക്ക് പോവില്ല, അശുദ്ധിയിലേക്ക് പോവില്ല. ഈശോ നിങ്ങളെ വിശുദ്ധിയിൽ നിർത്തും. വിശുദ്ധി കർത്താവ് തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഞാൻ ബാംഗ്ലൂരായിരുന്ന അവസരത്തിൽ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. അവളെന്നോട് പറഞ്ഞു, അച്ഛാ ഞാനിത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ പരസ്യമായിട്ട് അവിടെ നടന്ന ഒരു രാത്രി ആരാധനയിൽ അവൾ പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് സ്വയംഭോഗം നിർത്താനായിട്ട് പറ്റുന്നില്ല, സ്വയംഭോഗം നിർത്താനായിട്ട് പറ്റുന്നില്ല. എന്ത് ചെയ്യാനാണ്? ഞാൻ എല്ലാ പ്രാർത്ഥനയും നടത്തുന്നുണ്ട്, പക്ഷേ എനിക്കിത് പറ്റുന്നില്ല അച്ഛാ. ഞാൻ ഈ കൊച്ചിനോട് ഇത്രയേ പറഞ്ഞുള്ളൂ, നീ എപ്പോഴും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നിനക്ക് സ്വയംഭോഗം ചെയ്യാനായിട്ടൊരു ചിന്തയുണ്ടാകുമ്പോൾ നീ പറയുക, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത്ര എളുപ്പമല്ല. കാരണം പാപത്തിൻ്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗം ബലവാന്മാർക്കുള്ളതാണ്. ഒരു ബലപ്രയോഗം നടത്തണം അവിടെ. അങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു തിന്മ പ്രവർത്തിക്കാനൊരു ചിന്തയുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ബലപ്രയോഗം അവിടെ നടത്തണം. അങ്ങനെ നടത്തി നീ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവിടെ വന്ന് ഒരു മരിയൻ നൈറ്റിൽ പരസ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് നാണം തോന്നി. ഇവള് തന്നെ പറയായിരുന്നു, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു കാര്യം പറയാനാണ്. എനിക്കൊരു അശുദ്ധ പാപം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സ്വയംഭോഗം ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു പറഞ്ഞ് ഈ പെൺകുട്ടി സാക്ഷ്യപ്പെടുത്തി. എന്നിട്ട് ഇവള് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞാനത് ഈ ഒരു വർഷമായിട്ട് എനിക്കങ്ങനെ ഒരു ചിന്തയില്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ഈശോയെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പാപത്തെ എതിരിടാനായിട്ട് നമുക്ക് പറ്റും. എപ്പോഴും ഈശോ ഓർക്കണം, എപ്പോഴും. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, 3 സെക്കൻഡിൽ കൂടുതൽ ഞാൻ ഈശോയെ ഓർക്കാതിരുന്നിട്ടില്ലെന്ന്. 3 സെക്കൻഡിൽ കൂടുതൽ ഞാൻ ഈശോയെ ഓർക്കാതിരുന്നിട്ടില്ലെന്ന് കൊച്ചുത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. നമുക്കും പറ്റണം. അരി കഴുകുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണം. പഠിക്കുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ ഈശോയെ ഓർത്ത്, ഈശോയെ നിന്നെ സ്നേഹിച്ച് ഞാനിത് സമർപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ ചെറിയ കാര്യമാട്ടോ, ചെറിയ കാര്യമാണ്, പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള പവർ കിട്ടുന്ന ഒരു കാര്യം ഇത്. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം ഇത്. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ ഈ ദർശനയിൽ വന്നതിന് ശേഷം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടും. ഞാൻ എപ്പോഴും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അത് വരുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒത്തിരി ദേഷ്യം എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുക, ഇത് ചെയ്തു നോക്കിക്കോ. ഈശോയെ ഓർത്തോ, പ്രലോഭനങ്ങളെ എതിരിടാൻ പറ്റും. ഈശോയെ കൂടാതെ, ഈശോയോട് ഐക്യപ്പെടാതെ നിങ്ങൾക്ക് വിശുദ്ധി നേടിയെടുക്കാൻ പറ്റില്ല. വിശുദ്ധി നേടണമെങ്കിൽ എപ്പോഴും ഈശോ എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം.